ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. SNDP യോഗം കോട്ടയം യൂണിയന്റെ ഗുരുവിജ്ഞാന സന്ധ്യയുടെ 32ാമത്തെ ഇന്നത്തെ ഈ സുദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ഹാർദപൂർവം സ്വാഗതം ചെയ്യുക. SNDP യോഗം കോട്ടയം യൂണിയന്റെ സൈബർ സേനയുടെ ധർമ്മഭടന്മാർ കഴിഞ്ഞ ചിങ്ങം 1 മുതൽ കന്നി 9 വരെ നീണ്ടു നിൽക്കുന്ന ഒരു തപസ്യയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. SNDP യോഗത്തിന്റെ ചരിത്രപരമായിട്ടുള്ള എക്കാലത്തെയും പ്രവർത്തനങ്ങളെ പോലെ കോട്ടയം യൂണിയൻ സൈബർ സേനയുടെ ഈ പ്രവർത്തനവും വളരെ ശ്ലാഘനീയമായ രീതിയിൽ നാളുകളിൽ ചരിത്രത്താളുകളിൽ ഇടം തേടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 31 ദിവസങ്ങളായി ഒട്ടനവധി മഹത്തുക്കൾ ഒട്ടനവധി വിഷയങ്ങൾ സംബന്ധിച്ച് ഈ പ്രഭാഷണ പരമ്പരയിൽ ഗുരുവിജ്ഞാന സന്ധ്യ എന്ന് പേരിട്ടിട്ടുള്ള ഈ പ്രഭാഷണ പരമ്പരയിൽ പല വിഷയങ്ങളെക്കുറിച്ച് ഗുരുദേവ ചരിതം, ശ്രീനാരായണ ഗുരുദേവ കൃതികൾ, ഗുരുവുമായി സംബന്ധിച്ചിട്ടുള്ള SNDP യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് പ്രതിപാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ 32ാമത്തെ ദിവസത്തിൽ ഇത്തരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് SNDP യോഗം കോട്ടയം യൂണിയന്റെ സൈബർ സേനയുടെ ഈ ഉദ്യമത്തിൽ പങ്കാളിയാകുവാൻ കിട്ടിയ ഈ അവസരത്തെ അങ്ങേയറ്റം ഗുരുപ്രസാദമായി കണ്ടുകൊണ്ട് എൻ്റെ ഇന്നത്തെ വിഷയം കാലഘട്ടത്തിന്റെ അനിവാര്യതയിലേക്ക് SNDP യോഗത്തെ നയിച്ചുകൊണ്ടിരുന്ന SNDP യോഗത്തെ ചരിത്രപരമായ ദൗത്യ നിർവഹണത്തിലേക്ക് ചരിത്രപരമായ പ്രസ്ഥാനമായി മാറ്റിയ ആ പാരമ്പര്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് SNDP യോഗത്തിന്റെ പ്രഥമ ദ്വിതീയ വാർഷികങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ എല്ലാവരും ഒട്ടനവധി തവണ കേട്ടിട്ടുള്ളതുമാണ്. എങ്കിലും ആ പ്രഥമ ദ്വിതീയ വാർഷികങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരെയും, നിങ്ങളെയും എന്നെയും ഒക്കെ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ചരിത്രപരമായ ആ ദൗത്യ നിർവഹണത്തെ ഒന്നുകൂടി നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് സ്മരിക്കുവാൻ വേണ്ടി എൻ്റെ ഇന്നത്തെ ഈ ദിവസം ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, SNDP യോഗം ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമാണ് ഇന്ന്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ എങ്ങനെ ഇത്തരത്തിലേക്ക് ഈ പ്രൗഢഗംഭീരമായ ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയണം. ചരിത്രപരമായ ഒട്ടനവധി ദൗത്യ നിർവഹണങ്ങൾ, നമ്മുടെ പൂർവ്വ സുഹൃത്തുക്കൾ അനുഭവിച്ച ത്യാഗങ്ങൾ, അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർ നേരിട്ട അവഗണനകൾ, അവർ നടത്തിയ പോരാട്ടങ്ങൾ, അതിൻ്റെയൊക്കെ ചരിത്രപരമായ വഴികളിലൂടെ നമ്മൊന്ന് പിന്നോക്കം സഞ്ചരിച്ച് നമ്മുടെ സ്മൃതിപഥത്തെ പുതുക്കുമ്പോഴാണ് ഇന്നത്തെ ഈ സ്വതന്ത്രമായ ജീവിത സുഖം നമുക്ക് എങ്ങനെ ലഭ്യമായി എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത്. SNDP യോഗത്തിന്റെ പ്രഥമ ദ്വിതീയ വാർഷികങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായി SNDP യോഗം എങ്ങനെ രൂപീകൃതമായി എന്ന് നമ്മൾ ചിന്തിക്കണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. നമുക്കെല്ലാവർക്കും കേരള നവോത്ഥാനത്തിന്റെ തന്നെ ചരിത്ര തുടക്കത്തിന് നിദാനമായിട്ടുള്ള ആ അരുവിപ്പുറം പ്രതിഷ്ഠയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാന് അവിടെ ഒരു വാവൂട്ടി യോഗം സ്ഥാപിക്കുകയുണ്ടായി. നമ്മൾ പ്രഥമ ദ്വിതീയ വാർഷികങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം ഒന്ന് ഓർത്തെടുക്കുകയാണ്. ആ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ആദ്യമായി രൂപം കൊടുത്ത സംഘടനയാണ് വാവൂട്ടി യോഗം. ആ വാവൂട്ടി യോഗത്തില് 3 പ്രധാനികളെയായിരുന്നു 1890 കാലഘട്ടങ്ങളിലാണ് ഈ വാവൂട്ടി യോഗം രൂപീകൃതമാകുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ആ വാവൂട്ടി യോഗത്തില് പ്രധാനമായും 3 പ്രധാനികളായ ഉത്തരവാദിത്ത നിർവഹണത്തിന് ആളുകളെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അതിലേറ്റവും പ്രധാനിയായിട്ടുള്ളത് കൊച്ചുപിള്ള വൈദ്യരും ചാവർക്കോട്ട് കൃഷ്ണൻ വൈദ്യരും ഡോക്ടർ പി പൽപ്പുവിന്റെ സഹോദരനായിട്ടുള്ള പി പരമേശ്വരൻ അവറുകളുമായിരുന്നു. ഇവർ 3 പേരും ചേർന്ന് രൂപീകൃതം കൊടുത്തുകൊണ്ടിരുന്ന, ഗുരുവിന്റെ അനുഗ്രഹത്താൽ നയിച്ചുകൊണ്ടിരുന്ന ഈ വാവൂട്ടി യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവിടെ അരുവിപ്പുറം ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ, പ്രത്യേകിച്ച് വാവ് നാളുകളിൽ പിതൃബലി തർപ്പണത്തിനായി എത്തുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ ഉദ്യമത്തിലൂടെ അവർ കൃത്യമായ കൃത്യനിർവഹണത്തിലൂടെ കാലഘട്ടങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലത്താണ് ഏകദേശം 3, 4, 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വാവൂട്ടി യോഗത്തെ ഭഗവത് തൃപ്പാദങ്ങൾ അരുവിപ്പുറം
ക്ഷേത്രയോഗമാക്കി മാറ്റുന്നത്. ആ അരുവിപ്പുറം ക്ഷേത്രയോഗം മാറ്റുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ 1896 കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. ആ 1896 കാലഘട്ടമായപ്പോ അരുവിപ്പുറത്ത് ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാന്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള ശിവലിംഗദാസ സ്വാമികളും അതുപോലെ തന്നെ അരുവിപ്പുറത്ത് ദീർഘകാലം ഗുരുവിനോടൊപ്പം ഗുരുവിന്റെ സന്തത സഹചാരിയായി മാറിയ ഭൈരവൻ ശാന്തികളും ഒക്കെ എത്തിച്ചേർന്ന ആ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെയൊക്കെ പ്രധാന ചുമതല നിർവഹണം, കർത്തവ്യ നിർവഹണം നടത്തിക്കൊണ്ട് അനുവാദം കൊടുത്തുകൊണ്ടാണ് അരുവിപ്പുറത്ത് വാവൂട്ടി യോഗത്തെ അരുവിപ്പുറം ക്ഷേത്രയോഗമാക്കി ഭഗവത് തൃപ്പാദങ്ങൾ മാറ്റുന്നത്. അതിന്റെ പ്രധാന ചുമതല ഈ ശിവലിംഗദാസ സ്വാമികൾക്കും ഈ ഭൈരവൻ ശാന്തികൾക്കും അതോടൊപ്പം തന്നെ ഈ പി പരമേശ്വരൻ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള ആ ഡോക്ടർ പൽപ്പുവിന്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള പി പരമേശ്വരനും തന്നെയായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ കൃത്യനിർവഹണത്തിനുള്ളത് ഗുരു അനുഗ്രഹിച്ച് നൽകിയിരുന്നത്. അങ്ങനെ അരുവിപ്പുറം ക്ഷേത്രയോഗം അതിവിപുലമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ നിത്യപൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നിർവഹണം നടത്തുക, അരുവിപ്പുറത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുക, അവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ അവിടെ എത്തുന്ന ആളുകൾക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസപരമായിക്കൊള്ളട്ടെ, കാർഷികപരമായിക്കൊള്ളട്ടെ, അവരുടെ വ്യവസായ സങ്കല്പങ്ങളെ കുറിച്ചുള്ളതായിക്കൊള്ളട്ടെ, പുത്തൻ അറിവിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകുക, അതിനുള്ള സഹായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു തീർച്ചയായും അരുവിപ്പുറത്ത് ഗുരു വിഭാവനം ചെയ്ത ആ മഹത്തായ പദ്ധതി സംജാതമാക്കുന്നതിന് മുമ്പേ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാടുള്ള ഈ ഒരു കെട്ടുറപ്പുള്ള ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറയിൽ പാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. വാവൂട്ടി യോഗവും അരുവിപ്പുറം ക്ഷേത്രയോഗവും വളരെ കൃത്യമായ രീതിയിൽ, വളരെ ആസൂത്രണപരമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് അരുവിപ്പുറത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡിതരായിട്ടുള്ള ധാരാളം ആളുകൾക്ക് ഗുരുവിന്റെ അനുകമ്പയോടൊപ്പം, ഗുരുവിന്റെ അനുകമ്പ ഒരു സൈഡിൽ പ്രസാദമായി അവർക്ക് ലഭിച്ചുകൊണ്ട് ഗുരുവിന്റെ ഗുരുപ്രസാദത്തിൽ നിന്നും അവരുടെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കെട്ടുറപ്പിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങളുടെ ആ ഒരു സുഖം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ നേതൃത്വത്തിലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1890, 1896, 97 കാലഘട്ടങ്ങളാണ്. അന്ന് കേരളത്തില് സുപ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സുപ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവഗണന നേരിട്ടുകൊണ്ടിരുന്ന പീഡിതരായ ഒരു സമൂഹത്തിന്റെ ഒരു ഉണർത്തുപാട്ടിന് തുടക്കം കുറിച്ചുകൊണ്ട് ഡോക്ടർ പൽപ്പു 1890 ഒരു മെമ്മോറിയലിൽ 3-ാം പേരുകാരനായി ഉൾപ്പെടുന്നുണ്ട്. 1891 സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു മെമ്മോറിയലിൽ 3-ാം പേരുകാരനായി ഡോക്ടർ പൽപ്പു ഒപ്പിട്ട് രാജാവിന് മുമ്പാകെ ആ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെടുന്നത് 1891 കാലഘട്ടങ്ങളിലാണ്. അതിനും 5 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പൽപ്പു തന്നെ, വിദ്യാഭ്യാസം ഒരു രാജ്യത്ത് ജാതിയുടെ പേരിൽ നിഷേധിക്കപ്പെട്ട ഈ ഡോക്ടർ പൽപ്പു തന്നെ വിദേശത്ത് പോയി പഠിച്ച് ഡോക്ടറായി തിരികെ വന്ന് തന്റെ സഹോദരന്മാരെ ചികിത്സിക്കുവാനായിട്ട് നമ്മുടെ നാട്ടില് ഭരണകർത്താക്കന്മാർ അനുവാദം കൊടുക്കാതെ ഇരുന്നപ്പോ വിദേശത്ത് തന്നെ പോയി, വിദേശം എന്ന് പറയുന്നത് തിരുവിതാംകൂർ വിട്ടുള്ള മറ്റു സ്ഥലങ്ങളെല്ലാം അന്ന് വിദേശമാണ്. തിരുവിതാംകൂർ വിട്ട് മദ്രാസിൽ പോയി ജോലി ചെയ്ത് തിരികെ വന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അരുവിപ്പുറം പ്രതിഷ്ഠാനന്തരം ഇവിടെ നടന്നിട്ടുള്ള വിപ്ലവകരമായ വിദ്യാഭ്യാസ മാറ്റങ്ങളിൽ 1891 3-ാം പേരുകാരനായി ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയലിൽ ഒപ്പിടുമ്പോൾ 10,000-ലധികം ആളുകൾ ഒപ്പിട്ട ആ മലയാളി മെമ്മോറിയലിൽ നാമമാത്രമായ ഈഴവനായ ഒരു ഒപ്പിട്ട ആള് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു മാത്രമായിരുന്നുവെങ്കിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം വാവൂട്ടി യോഗത്തിന്റെയും അരുവിപ്പുറ ക്ഷേത്രയോഗത്തിന്റെയും ഒക്കെ നിരന്തരമായിട്ടുള്ള പ്രോത്സാഹനത്തിന്റെയും പ്രചോദനത്തിന്റെയും ഫലമായി ഡോക്ടർ പൽപ്പുവിന് ഇവിടെ 1896 ഒരു ഈഴവ മെമ്മോറിയൽ സംഘടിപ്പിക്കുവാൻ പറ്റിയപ്പോ ആ ഒരു ഈഴവ മെമ്മോറിയൽ സംഘടിപ്പിച്ച് ഒപ്പിട്ടുകൊണ്ട് ചെറുപ്പക്കാരുടെ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ട് ഭരണാധികാരികൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പറ്റിയപ്പോ അന്ന് ആ ഈഴവ മെമ്മോറിയൽ ഒപ്പിടാനായിട്ട് ഡോക്ടർ പൽപ്പുവിന് മുമ്പിൽ അണിനിരുന്നത് 13,176 ഈഴവ ചുണക്കുട്ടന്മാരായിരുന്നു. ചരിത്രപരമായ നേട്ടമാണ്, ദൗത്യ നിർവഹണമാണ് ഡോക്ടർ പൽപ്പു നടത്തുന്നത്. 13,176
ഈഴവ 10ാം ക്ലാസ് പാസ്സായ, ലളിതമായി പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള 13,176 ചെറുപ്പക്കാരെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് മുമ്പിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ആ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതിന് ശേഷം ആ കാലഘട്ടം 1896 ആ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടെ ബ്രിട്ടീഷ് രാജ്യത്തിന്റെ അലിവളികൾ അലയടിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം അത് ഇംഗ്ലീഷിലാക്കി പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ തിരുവിതാംകൂർ രാജ്യത്ത് നിലനിൽക്കുന്ന അനാചാരങ്ങളെക്കുറിച്ചും ഇവിടെ അനുവദിക്കപ്പെടാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ ലോകമെമ്പാടും പ്രസിദ്ധീകരിക്കുവാനും ഡോക്ടർ പൽപുവിന്റെ ആ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങൾക്ക് അക്കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഡോക്ടർ പൽപു 1896 മുതൽ അരുവിപ്പുറത്തെ നിത്യ സന്ദർശകനായി മാറുകയും അതിനു മുമ്പൊക്കെ ധാരാളം തവണ ഡോക്ടർ പൽപു അരുവിപ്പുറത്ത് എത്തുന്നുണ്ട്, ഗുരുവിന്റെ അടുത്ത് വന്ന് സംവദിക്കുന്നുണ്ട്, ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും പറയുന്നുണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം പേറി തിരികെ പോകുന്നുമുണ്ട്. പക്ഷെ 1896 മുതലാണ് ഡോക്ടർ പൽപു അരുവിപ്പുറത്തെ നിത്യ സന്ദർശകനായി മാറുന്നത്. നിത്യ സന്ദർശകൻ എന്ന് പറഞ്ഞാൽ മദ്രാസിലെ തന്റെ ഉദ്യോഗത്തിൽ, അല്ലെങ്കിൽ അവിടുന്ന് ശേഷം ബാംഗ്ലൂരിലേക്ക് ഉദ്യോഗത്തിൽ പോയതിനു ശേഷമൊക്കെ എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്നുവോ അല്ലെങ്കിൽ ഒഴിവ് സംഘടിപ്പിച്ചുകൊണ്ട് അരുവിപ്പുറത്തേക്ക് എത്തുക ഡോക്ടർ പൽപു ഒരു ശീലമാക്കി. ഡോക്ടർ പൽപു അത് ശീലമാക്കിയ ആ കാലഘട്ടമാണ് 1896 മുതൽ 1900 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലേക്കാണ് ഗുരുവുമായി നിരന്തരമായ സമ്പർക്കം, ഗുരുവുമായി നിരന്തരമായിട്ടുള്ള ആ സ്വാന്തന സമ്പർക്കം ഡോക്ടർ പൽപുവിന് ഉണ്ടാകുന്നത്. ഡോക്ടർ പൽപുവിന്റെ ആ നവോത്ഥാനപരമായിട്ടുള്ള പല ചിന്തകളും, ഡോക്ടർ പൽപുവിന്റെ സമുദായ സ്നേഹം ഏറ്റവും അധികം ഹഠാതെ ആകർഷിക്കുക എന്ന് പറയും. ഗുരുവിനെ ഹഠാതെ ആകർഷിച്ചിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള, വാസ്തവത്തിൽ പറഞ്ഞാൽ അതൊരു നമ്മളെ രോമാഞ്ചമണിയിക്കുന്ന ഒരു ചിന്തയാണ്. ഡോക്ടർ പൽപുവിനോട് ഗുരുവിനുണ്ടായ ആ സ്നേഹം എന്ന് പറയുന്നത്, ആ കരുതൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ കരുതലിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ പൽപുവിലേക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഗുരു കുമാരനാശാനെയൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അല്ലെ, കായ്ക്കരയിൽ നിന്ന് കിട്ടിയ കുമാരുവിനെ കൊണ്ടുപോയി ഡോക്ടർ പൽപുവിനെയാണ് ഗുരുതൃപാദങ്ങൾ ഏൽപ്പിക്കുന്നത്. ആ ഡോക്ടർ പൽപുവിന്റെ ആ ഉദാത്തമായ സ്നേഹഭാവം ഗുരുതൃപാദങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പൽപുവിനെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ് കുമാരുവിനെ. ആ ഒരു കാലഘട്ടമാണ് 1900 കാലഘട്ടത്തിലേക്ക്, 1896 മുതൽ 1900-901 കാലഘട്ടത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരിക്കൽ ഡോക്ടർ പൽപു ഇവിടെ അരുവിപ്പുറത്ത് എത്തുന്ന സമയത്ത് നമുക്ക് ഒട്ടനവധി കാര്യങ്ങളിലൂടെയൊക്കെ പല പ്രഭാഷണങ്ങളിൽ നിന്നും പല മേഖലയിൽ നിന്നും പല ചരിത്രകാരന്മാരും പല ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ പരാമർശിക്കപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ ഒരു നാമം SNDP യോഗത്തിന്റെ രൂപീകരണവുമായി സംബന്ധിച്ചുകൊണ്ട്. പക്ഷെ ചരിത്രപരമായ ഒരു ആജ്ഞ ഗുരുതൃപാദങ്ങൾ ഡോക്ടർ പൽപുവിനോട് നൽകുന്നത് പല ഗ്രന്ഥങ്ങളിലും ലളിതമായി പരാമർശിച്ചിട്ടുണ്ട് എങ്കിലും ആരും അതങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല. എന്തോ മനഃപൂർവമായിട്ടോ അല്ലെങ്കിൽ തീർത്തും അവഗണിക്കുകയോ ചെയ്യുന്ന ഒരു ആജ്ഞയായിട്ട് അത് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഈഴവ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പലത് പരിശോധിക്കുമ്പോഴും പല ഗ്രന്ഥങ്ങളിലും കാണുന്നില്ല. എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഡോക്ടർ പൽപുവിനോട് ഗുരുവിന്റെ ഒരു ആജ്ഞ ഇപ്രകാരമായിരുന്നു: അരുവിപ്പുറത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ക്ഷേത്രയോഗത്തെ വിപുലപ്പെടുത്തി സർവ്വജനങ്ങൾക്കും പ്രയോജനകരമായി മാറുന്ന ഒരു വലിയ സംഘടന നമുക്കുണ്ടാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഡോക്ടർ വേണ്ടതുപോലെ പ്രവർത്തിക്കണം. വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് നമ്മളെ അറിയിച്ചാൽ മതി. ഒന്ന് ചിന്തിച്ചു നോക്കുക. മറ്റ് ആളുകളുടെയൊക്കെ അഭിപ്രായം അനുസരിച്ചാണ് നമ്മുടെ SNDP യോഗം എന്ന് പറയുന്ന സംഘടനകളുടെ മാതാവ് രൂപീകൃതമായിട്ടുണ്ട് എന്ന് ആളുകൾ പ്രചരിപ്പിച്ചു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കുന്നതിന് വേണ്ടി ആളുകളെ അത്തരത്തിലേക്ക് അസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിലേക്ക് ആളുകളെ കൊണ്ടുചെത്തിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രപരമായ ഗുരുവിന്റെ ആജ്ഞയാണ് അരുവിപ്പുറത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രയോഗത്തെ വിപുലപ്പെടുത്തി സർവ്വജനങ്ങൾക്കും പ്രയോജനമാകുന്ന ഒരു വലിയ സംഘടന നമുക്കുണ്ടാക്കണം. ഡോക്ടർ അതിനുവേണ്ടി ആലോചിച്ച് വേണ്ടത് ചെയ്യണം. എന്നിട്ട് നമ്മോട് പറഞ്ഞാൽ മതി. എന്തേ നമ്മൾ ആരും ഇത് പ്രചരിപ്പിക്കുന്നില്ല? ചിന്തിക്കണ്ടേ? SNDP യോഗം കാലഘട്ടത്തിന്റെ
വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിഭീകരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ആശയങ്ങൾ ഗുരുവിനാൽ സംജാതമായിട്ടുള്ള, ഗുരുവിനാൽ പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം ആശയങ്ങൾ, ആജ്ഞകൾ നമ്മൾ പലരിലും പ്രചരിപ്പിക്കുന്നതിലേക്ക് നമ്മൾ വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. ഈ ആജ്ഞയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പൽപ്പു, കുമാരു ഒക്കെ കുമാരനാശാനായി അരുവിപ്പുറത്തേക്ക് തിരിച്ചെത്തി വന്ന കാലഘട്ടമാണ്. ഈ ആജ്ഞയുടെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഡോക്ടർ പൽപ്പു തിരുവനന്തപുരത്ത് കമലാലയം ബംഗ്ലാവിലേക്ക് പോകുന്നത്. ഈ ആജ്ഞയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കമലാലയം ബംഗ്ലാവിൽ പോയി 1903 ജനുവരി 7, അതിനുശേഷം 1903 മെയ് 15 SNDP യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ ഒരു ഈശ്വരനാൽ രൂപീകൃതമായ, ഒരു ഭഗവാനാൽ രൂപീകൃതമായ ആ മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിന് നിദാനമായിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ള ആജ്ഞയായിട്ട് അനുവർത്തിച്ചിട്ടുള്ളത് ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഡോക്ടർ പൽപ്പുവിനോടുള്ള ഈ ആജ്ഞയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമലാലയം ബംഗ്ലാവിൽ നിന്നും ആ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് രൂപീകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അരുവിപ്പുറത്ത് വന്ന് 1903 ജനുവരി 7 SNDP യോഗത്തിന് സ്ഥാപക ദിനമാകുന്നതും അതിനുശേഷം 1903 മെയ് 15 അതിന്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കുന്നത്. ഇത് SNDP യോഗത്തിന്റെ രൂപീകൃതമായതിന്റെ ഒരു പശ്ചാത്തലമാണ്. SNDP യോഗം രൂപീകൃതമായ ഈ പശ്ചാത്തലത്തിന്റെ ശേഷമാണ് 1903 മെയ് 15 SNDP യോഗം ഇത്തരത്തില് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷന് വേണ്ടി നിയമപ്രകാരമായിട്ടുള്ള അന്ന് നിലനിൽക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ സംഘടനയാക്കി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിന്റെ അപേക്ഷകളൊക്കെ സമർപ്പിച്ച് രജിസ്ട്രേഷൻ നേടി കഴിഞ്ഞുവെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുവാനായിട്ട് പിന്നീട് കാലതാമസം നേരിട്ടു. 3-4 മാസങ്ങൾ പിന്നീട് കഴിഞ്ഞാണ് അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. ആ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്ന ആ സമയത്തേക്ക് SNDP യോഗത്തിന്റെ പ്രസിഡന്റായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഭഗവാന്റെ അവതാര കാലം വരെയും ഡോക്ടർ പൽപ്പുവിനെ വൈസ് പ്രസിഡന്റായിട്ടും കുമാരനാശാനെ ജനറൽ സെക്രട്ടറി ആയിട്ടും നിയമിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത്. ഈ സർട്ടിഫിക്കറ്റ് 3-4 മാസം കഴിഞ്ഞാണ് അതിന്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്നത്. ആ കിട്ടിക്കഴിഞ്ഞപ്പോ അവിടെ കൂടിയ ആളുകൾ ഒരു യോഗം വിളിച്ചു ചേർത്തി. SNDP യോഗത്തിന്റെ ഒരു കമ്മിറ്റി എന്ന് നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കമ്മിറ്റിയൊക്കെ വിളിച്ചു ചേർത്ത് SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികം അരുവിപ്പുറത്ത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുവാനായിട്ട് തീരുമാനിക്കുക. SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികം വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നമുക്ക് എടുക്കുവാനായിട്ടുള്ള, ആ കാലഘട്ടത്തിൽ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ എടുക്കുവാനായിട്ടുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല. കാരണം ഈ SNDP യോഗം രൂപീകൃതമായത്, അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ മെയ് മാസമായിരുന്നു. സർട്ടിഫിക്കറ്റുകൾ കിട്ടുവാനായിട്ട് കാലതാമസം നേരിട്ടു. അത് കഴിഞ്ഞ് ഈ 1904 ശിവരാത്രി കാലം എന്ന് പറയുന്നത് ഏകദേശം ഫെബ്രുവരി മാർച്ച് കാലഘട്ടമായിട്ട് വരും. അപ്പോ മെയ്യിൽ നിന്ന് രൂപീകൃതമായ ഒരു സംഘടന ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അതിനുശേഷം കേവലം 3-4 മാസങ്ങൾ അല്ലെ 5-6 മാസങ്ങൾക്ക് ഉള്ളിൽ തന്നെയാണ് അതിന്റെ പ്രഥമ വാർഷികം നടക്കുന്നത്. ആ പ്രഥമ വാർഷികത്തിലേക്ക് പങ്കെടുത്തത്, ഇനിയാണ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. ആ പ്രഥമ വാർഷികത്തിലേക്ക് പങ്കെടുക്കുന്നത് ഏകദേശം 300ഓളം ആളുകളാണ് പ്രഥമ വാർഷികത്തിൽ പങ്കെടുക്കുന്നത്. അരുവിപ്പുറത്ത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസങ്ങളായി നടക്കുന്ന പ്രഥമ വാർഷികത്തിൽ 300ഓളം ആളുകളാണ് പങ്കെടുക്കുന്നത്. ആ 300ഓളം ആളുകൾ പൊതുജനങ്ങളായിട്ടാണ് പങ്കെടുക്കുന്നത്. SNDP യോഗത്തിന്റെ ഔദ്യോഗിക ഡെലിഗേറ്റ്സ്, ഇന്നിപ്പോ നമ്മൾ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഡെലിഗേറ്റ്സ് ഉണ്ട്, പ്രാതിനിധ്യമുള്ള ആളുകൾ. ആ ഒരു മീറ്റിങ്ങിനെ പ്രതിനിധീകരിക്കുന്ന അതിന്റെ യോഗ ഭരണ സംവിധാനങ്ങളിൽ, അതിന്റെ സംഘടനാ സംവിധാനങ്ങളിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് അർഹതയുള്ള, അനുവാദമുള്ള ആളുകൾ, വോട്ടിംഗ് അവകാശമുള്ള ആളുകൾ, അവരെയാണല്ലോ പ്രതിനിധികൾ എന്ന് പറയുന്നത്. ആ പ്രതിനിധികൾ ആയിട്ട് ഉണ്ടായിരുന്നത് ഏകദേശം 65ഓളം ആളുകളാണ്. കാരണം SNDP യോഗം 100 രൂപയായിരുന്നു അംഗത്വ ഫീസ് അന്ന് നിശ്ചയിച്ചിരുന്നത്. ആ 100 രൂപ എന്ന് പറയുന്നത് അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ അംഗത്വ ഫീസ് 100 രൂപയായിരുന്നു. ആ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ അംഗത്വ ഫീസ് 100 രൂപ, അതേ 100 രൂപ തന്നെയാണ് SNDP യോഗത്തിന്റെ അംഗത്വ ഫീസായിട്ട് അന്ന് നിശ്ചയിച്ചിരുന്നത്. SNDP യോഗത്തിന്റെ അംഗത്വ ഫീസായ 100 രൂപ എന്ന് പറയുമ്പോൾ അന്ന് കേവലം 2 രൂപയിൽ താഴെ അല്ലെ 3 രൂപയ്ക്ക് താഴെയുള്ള കാലഘട്ടങ്ങൾ 1 പവൻ സ്വർണം കിട്ടുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ 4 രൂപയ്ക്ക് 1 പവൻ സ്വർണം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് 100 രൂപ
ഈ സംഘടനയുടെ ആ ഗൗരവം, അതിന്റെ ഒരു ആർജവം, അതിന്റെ ഒരു ശക്തി, അതിന്റെ ഒരു പ്രൗഢി നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു 100 രൂപ അംഗത്വ ഫീസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആരെ കൊണ്ടും പറ്റുന്നതല്ല. രാജപ്രമുഖന്മാർക്ക്, ദിവാൻമാർക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ധനാഢ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അന്ന് 100 രൂപ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ 100 രൂപ എടുക്കുന്ന ആളുകൾക്കാണ് SNDP യോഗത്തിന്റെ ഔദ്യോഗികമായ അംഗത്വം ലഭിക്കുക. അപ്പോ അരുവിപ്പുറം ക്ഷേത്രയോഗം അത് അത്തരത്തിലുള്ള പൗരപ്രമാണിമാരായിരുന്നു അന്ന് അത് കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. അങ്ങനെ ആ പ്രഥമ യോഗത്തിലേക്ക് ഏകദേശം 90ഓളം ആളുകൾ SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികം നടക്കുന്ന സമയത്ത് SNDP യോഗത്തിൽ 100 രൂപ അടച്ച് അംഗങ്ങളായി ചേർന്നിരുന്നു. 90ഓളം ആളുകൾ എന്ന് പറയുമ്പോൾ ചരിത്രപരമായ ഒരു കണക്ക് അതിനകത്തുണ്ട്. 90 ഗുണം 100 എന്ന് പറയുമ്പോൾ 9,000 രൂപ SNDP യോഗത്തിന്റെ യോഗ പ്രവർത്തനങ്ങൾക്കുള്ള മൂലധനമായി അംഗത്വ ഫീസിലൂടെ സമാഹരിച്ചിരുന്നു. ചരിത്രപരമായ ഒരു കണക്കാണ്, നമ്മൾ തിരിച്ചറിയുന്നില്ല. 1903, 1904 കാലഘട്ടങ്ങളിലാണ് 9,000 രൂപ അടിസ്ഥാനപരമായി മൂലധനമായി സമാഹരിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കൃത്യനിർവഹണങ്ങൾ നവോത്ഥാന ചരിത്രത്തിലേക്ക് പുത്തൻ ഏടുകൾ കുറിക്കുവാൻ തയ്യാറായ ഒരു സംഘടനയായിരുന്നു SNDP യോഗം എന്ന് നമ്മൾ ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല. SNDP നമ്മൾ പറഞ്ഞു പോകുന്നു, കേട്ടുപോകുന്നു. കുറച്ചുപേർ ആശ്ലേഷിക്കുന്നു, കുറച്ചുപേർ പരിഹസിക്കുന്നു, കുറച്ചുപേർ പുച്ഛിക്കുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങൾ, പൊതുജനം പലവിധം എന്ന് പറഞ്ഞതുപോലെ പല രീതിയിലേക്ക് ആളുകൾ പറഞ്ഞു പോവാണ്. പക്ഷേ ചരിത്രപരമായിട്ടുള്ള ഇത്തരം ഗൗരവമേറിയ ചിന്തകൾ നമ്മളുടെ ആളുകളിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ദൗത്യ നിർവഹണത്തിന്റെ രോമാഞ്ചം നമ്മുടെ ആളുകളിൽ, നമ്മുടെ പുതുതലമുറയിൽ എത്തുക. അല്ലെ, ഇന്നിപ്പോ സ്വാതന്ത്ര്യബോധത്താൽ നമ്മളെല്ലാം ശീതളമയിൽ പരിലസിക്കുകയാണ്. പക്ഷെ ഈ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് എങ്ങനെയാണ്? നിരന്തരമായ പോരാട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്തരം ഗുരുവിജ്ഞാന സന്ധ്യകളിലൂടെയൊക്കെയാണ് നമുക്ക് അതിനുള്ള അവസരം കിട്ടുക. ഇത് എക്കാലത്തും കിടക്കും. ചരിത്രപരമായിട്ടുള്ള ഇത് രേഖകളായിട്ട് എക്കാലത്തും കിടക്കും. ആരെങ്കിലും എപ്പോഴെങ്കിലും എന്നെങ്കിലും കാണും. ആ കാണുന്ന 1000 പേരോ 10,000 പേരോ കാണുന്നതിനിടയ്ക്ക് ഒന്നോ രണ്ടോ ആളുകൾ ഇത് തിരിച്ചറിയട്ടെ. അതിനുവേണ്ടിയാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ സാധ്യതകൾ നമ്മുടെ കോട്ടയം യൂണിയനിലെ മിടുക്കരായിട്ടുള്ള സൈബർ സേന അംഗങ്ങൾ അതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗുരുവിജ്ഞാന സന്ധ്യ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ അന്ന് 900 രൂപ 90 ഗുണം 100 900 രൂപ മൂലധനമായി സമാഹരിച്ചിട്ടുള്ള ആ പ്രസ്ഥാനം അന്ന് അതിന്റെ വാർഷിക യോഗം, 1ാമത് വാർഷിക യോഗം 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു 300ഓളം പൊതുജനങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പരിസര പ്രദേശങ്ങളിലുമായി അവിടെ ആ യോഗസ്ഥലത്തേക്ക് പങ്കെടുക്കുവാനായിട്ട് എത്തിയിരുന്നു. പ്രധാനപ്പെട്ട പ്രസംഗങ്ങളെല്ലാം നിർവഹിച്ചത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടിയും അനുവാദത്തോടുകൂടിയും ആ 2 ദിവസം നീണ്ടുനിന്ന ആ ഒരു SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികത്തിൽ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളെല്ലാം നിർവഹിച്ചത് ഡോക്ടർ പൽപ്പു തന്നെയായിരുന്നു. ഡോക്ടർ പൽപ്പു ആ പ്രസംഗങ്ങളിലെല്ലാം പ്രധാനമായിട്ട് പറയുന്നത് ഗുരുവിന്റെ ആജ്ഞയോടുകൂടിയ ഒരു അനുവാദത്തോടുകൂടിയ ഗുരുവിന്റെ ഒരു അരുള് തന്നെയാണ് പ്രസംഗങ്ങളിലെ പ്രധാന വിഷയമായി, പ്രധാന സന്ദേശമായി ഡോക്ടർ പൽപ്പു ആളുകളോട് ഓരോ പല മീറ്റിങ്ങുകളാണ് നടന്നത്. ഒന്നിലധികം മീറ്റിങ്ങുകൾ 2-3 ദിവസങ്ങളിലായിട്ട് നടന്നു. ശ്രീനാരായണ ഗുരുദേവനെ കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട 2 പൗരപ്രമുഖന്മാർ അവിടെ മീറ്റിങ്ങുകളിൽ അധ്യക്ഷത പദം അലങ്കരിക്കുന്നുണ്ട്. ആ അധ്യക്ഷത പദം അലങ്കരിച്ചത് മട്ടാഞ്ചേരി ഗോവിന്ദൻ വൈദ്യരും ചാവർകോട്ട് കൊച്ചിയർക്കൻ വൈദ്യരും എന്നു പേരുള്ള 2 മഹാരഥന്മാർ, ഈഴവ പ്രമുഖന്മാർ. അന്ന് നാട്ടില് എമ്പാടും യശസ്സും കീർത്തിയും ഉണ്ടായിരുന്ന 2 പ്രമുഖന്മാർ ഈ മീറ്റിങ്ങുകളിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നുണ്ട്. ആ മീറ്റിങ്ങുകളിലെല്ലാം ഡോക്ടർ പൽപ്പുവിന്റെ പ്രസംഗത്തിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഒരു ഈഴവൻ എന്ന് പറഞ്ഞാൽ സമുചിതമായി വിദ്യാഭ്യാസം സൃഷ്ടിച്ച ഒരു പൗരൻ എന്നുള്ളതായിരിക്കണം. ആലോചിച്ച് നോക്കുക. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ നമ്മളെ ഉദ്ബോധിപ്പിച്ച ഭഗവത് തൃപ്പാദങ്ങൾ, ആ ഭഗവത് തൃപ്പാദങ്ങളുടെ സന്ദേശം ഡോക്ടർ പൽപ്പു, SNDP യോഗത്തിന്റെ മഹാനായ പ്രഥമ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു 2 ദിവസം നീണ്ടു നിൽക്കുന്ന SNDP യോഗത്തിന്റെ പ്രഥമ വാർഷിക യോഗത്തിൽ ഊന്നി പറയുകയാണ്, ഒരു ഈഴവൻ എന്ന് പറഞ്ഞാൽ
സമുചിതമായി വിദ്യാഭ്യാസം ലഭിച്ച ഒരു പൗരൻ എന്നായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, നമ്മുടെ സംഘടന കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എത്രത്തോളം പ്രാധാന്യം നമ്മൾ ആ ചിന്തയ്ക്ക് കൊടുക്കുന്നു എന്ന് നോക്കണം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സാമാന്യ വിദ്യാഭ്യാസം ഇല്ലാത്തവരായി ആരും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മുടെ സമൂഹത്തിൽ സാമാന്യ വിദ്യാഭ്യാസം ഇല്ലാത്തവരായി ആരും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. 2 ദിവസം നീണ്ടു നിന്ന ആ സമ്മേളനത്തിൽ 2ാമത് ദിവസം ഡോക്ടർ പൽപു തന്റെ പ്രിയപ്പെട്ട ബഹുമാന്യായിട്ടുള്ള മാതാവിനെയും തന്റെ പ്രിയ ഭാര്യയെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ ഒരു സ്ത്രീ സമാജം രൂപീകൃതമുണ്ടായി. ഒരുപക്ഷെ ഭാരതീയ ചരിത്രത്തിൽ, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും അധികം വിപ്ലവാത്മകമായ തുടക്കം കുറിച്ച ഒരു പ്രവർത്തനമായിരുന്നു സ്ത്രീകൾക്കായി ഒരു സംഘടന അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം എന്ന് പറയുന്നത്. SNDP യോഗത്തിന്റെ നേതൃത്വത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികത്തിലാണ് ആ ഒരു സ്ത്രീ സമാജം അവിടെ രൂപീകൃതമാകുന്നതും സ്ത്രീ സമ്മേളനം നടത്തുന്നത്. ആ സ്ത്രീ സമ്മേളനത്തിലൂടെയും ഡോക്ടർ പൽപുവിന്റെ മാതാവും ഡോക്ടർ പൽപുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഊന്നി പറയുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആ SNDP യോഗത്തിന്റെ പ്രഥമ വാർഷിക സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ, വിവിധ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ആ ചർച്ചയോടനുബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങൾക്ക് തീരുമാനമാവുകയും പൊതുസമ്മേളനത്തിൽ ധാരാളം ആളുകൾ പങ്കെടുത്ത, ഈ 300ഓളം ആളുകൾ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തതിലുള്ള ആ എന്താണ് പറയുക, അങ്ങേയറ്റത്തെ അവരുടെ ആ ഒരു ആത്മവീര്യം ഉണർത്തുന്ന ആ ഒരു ഉണർത്തുപാട്ടായി SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികത്തെ സ്വീകരിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ SNDP യോഗം ഔദ്യോഗികമായ ചില തീരുമാനങ്ങളിലൂടെ അതിനുശേഷം ആ പ്രഥമ വാർഷിക സമ്മേളനത്തിന് ശേഷം എടുക്കുകയാണ്. ആ പ്രഥമ വാർഷിക സമ്മേളനത്തിന് ശേഷം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ അംഗത്വ ഫീസ് 100 രൂപയിൽ നിന്ന് 25 രൂപയായി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. സുപ്രധാനമായ ഒരു തീരുമാനമാണ്. 100 രൂപയിൽ നിന്ന് SNDP യോഗത്തിന്റെ അംഗത്വ ഫീസ് 25 രൂപയായി കുറയ്ക്കുക എന്നുള്ളത്. ആ 25 രൂപ മെമ്പർഷിപ്പ് ഓഹരി എടുക്കുന്ന ആളുകളെ സഹായി എന്നും, ആ 25 രൂപയുടെ 4 ഓഹരി എടുക്കുന്ന ആളുകളെ സാമാജികനെന്നും, ആ 25 രൂപയുടെ 20 ഓഹരി എടുക്കുന്ന ആളുകളെ പ്രധാനി എന്നും വിളിച്ചുകൊണ്ട് ആ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭരണ നിർവഹണ ചുമതലയിൽ ആ SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികത്തിൽ കൃത്യമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക. 25 രൂപയുടെ 20 ഓഹരി എടുക്കുന്ന ആളുകൾ പ്രധാനിയാകുമ്പോൾ ആ പ്രധാനികൾക്ക് മാത്രമാണ് SNDP യോഗത്തിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിക്കുവാനായിട്ടുള്ള അനുവാദം ലഭിക്കുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നതും നടത്തപ്പെടുന്നതും. ഡോക്ടർ പൽപുവും കുമാരൻ ആശാനും ഒട്ടനവധി ഇഴവ പ്രമുഖന്മാരും സമുദായ സ്നേഹികളും സമുദായ പ്രമാണിമാരും നാട്ടിലെമ്പാടും പേരും യശസ്സും ഉള്ള ഒട്ടനവധി ആളുകൾ, പൗരപ്രമുഖന്മാർ പങ്കെടുത്ത SNDP യോഗത്തിന്റെ പ്രഥമ വാർഷിക യോഗത്തിലാണ്. ഗുരുവിന്റെ അനുവാദത്തോടുകൂടിയും അനുഗ്രഹത്തോടുകൂടിയുമാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഈ പ്രധാനിയായിരിക്കും SNDP യോഗത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണ ചുമതലയിൽ, അധികാര കസേരകളിൽ അധികാര ചുമതലയിൽ അംഗമായി വരിക. ഇനിയുള്ളതാരാണ്? സാമാജികരാണ്. സാമാജികർക്ക് 25 രൂപയുടെ 4 ഓഹരി വേണം കുറഞ്ഞത്. അതായത് 100 രൂപയുടെ ഓഹരി. ആദ്യത്തെ 100 രൂപ ഓഹരി എന്ന് പറയുന്നത് സാമാജികരിലേക്ക് മാറ്റി 25 രൂപയുടെ 4 ഓഹരി. അത് 19 ഓഹരി വരെ ആകാം ഒരു സാമാജികന്. 19 ഓഹരി എടുത്താലും അവൻ പ്രധാനിയായി മാറുന്നില്ല, അവൻ സാമാജികൻ മാത്രമാണ്. ആ സാമാജികന് ഉള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് വോട്ടവകാശമുണ്ട്. SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി പങ്കെടുക്കാം. SNDP യോഗത്തിന്റെ മറ്റു കാര്യങ്ങളിൽ ഔദ്യോഗിക ചുമതല, അധികാര ചുമതല ഒഴിച്ചുള്ള മറ്റു കാര്യങ്ങളിലെല്ലാം അവർക്ക് കൃത്യമായിട്ട് പങ്കെടുക്കാം, അവർക്ക് പങ്കാളികളാകാം. ഇനി ഒന്ന് അവശേഷിക്കുന്നത് ഇതിന്റെ സാധാരണക്കാരായിട്ടുള്ള അംഗങ്ങളാണ്. ആരാണ്? 25 രൂപ മെമ്പർഷിപ്പ് കിട്ടുന്ന ആളുകളാണ്. ആ 25 രൂപ കിട്ടുന്ന മെമ്പർഷിപ്പ് കിട്ടുന്ന ആളുകൾ, അവർക്ക് 3 പേരെ ചേർത്ത് അവരിൽ നിന്നും 3 പേരിൽ നിന്നും ഒരാളെ അവർക്ക് സാമാജികനിലേക്ക് പറഞ്ഞു വിടാം. അതായത് 25 രൂപ മെമ്പർഷിപ്പ് ഉള്ള 3 പേരിൽ നിന്നും ഒരു പ്രതിനിധിയെ
സാമാജികനാക്കാം. അവർ 3 പേര് കൂടി ആലോചിച്ച് ഈ ഒരാളെ സാമാജികനാക്കി വിടുന്നു എന്ന് യോഗത്തിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സാമാജികന് ലഭിക്കേണ്ട ആ അവകാശങ്ങളും ആ ആനുകൂല്യങ്ങളുമൊക്കെ യോഗ അംഗം എന്ന നിലയിൽ ആ ആളുകൾക്ക് ചെയ്യാൻ കിട്ടും. അങ്ങനെ ഇതിന്റെ ഒരു ഭരണ സംവിധാനത്തിൽ നമ്മൾ ഇന്നിപ്പോ കോടതിയിലൊക്കെയാണ് SNDP യോഗത്തിന്റെ പ്രതിവാദങ്ങളൊക്കെ കോടതിയിലൊക്കെ നടക്കുകയാണ്. ഇത് ഗുരുവിന്റെ അവതാര കാലത്ത് ആലോചിച്ച് നോക്കുക. ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംവിധാനമല്ല. ഗുരുവിന്റെ അവതാര കാലത്ത് 1904 SNDP യോഗത്തിന്റെ പ്രഥമ വാർഷിക യോഗത്തിൽ 25 രൂപ മെമ്പർഷിപ്പ് ഉള്ള 3 സഹായികളിൽ നിന്നും ഒരു ആളെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത് സാമാജികനാക്കാം എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും തിരിച്ചറിയുന്നതാണോ അതോ നമ്മളിത് മനഃപൂർവ്വം മറന്നു പോകുന്നതാണോ? നമ്മളോട് പോരടിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ്. നമ്മളോട് പോരടിക്കുന്നവർ SNDP യോഗത്തിനകത്ത് നിന്നുകൊണ്ട് അല്ലെ SNDP യോഗത്തെ സഹായിക്കേണ്ട ആളുകളായി വരേണ്ട ആളുകൾ ഈ കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു പോയിക്കൊണ്ടാണ് നമ്മൾക്ക് നേരെ ക്രൂര അമ്പുകൾ തൊടുക്കുന്നത്. മറ്റുള്ളവരോട് ചേർന്ന് നിന്നുണ്ട് രാഷ്ട്രീയപരമായ നേട്ടം മറ്റുള്ള ആളുകൾക്കുണ്ടാവാം. പക്ഷേ സ്വന്തം സമുദായത്തെ, സ്വന്തം വർഗത്തെ, സ്വന്തം സംഘടനയെ, ഭഗവാനാൽ പ്രതിഷ്ഠാപിതമായ സ്വന്തം സമത്വബോധത്തെ, സാഹോദര്യബോധത്തെ, ഊർജത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടാണ്, അവരുടെ തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഈ വിഷയം ഇവിടെ പ്രതിപാദിക്കുന്നത്. ഗുരുവിനാലാണ് SNDP യോഗത്തിന് സഹായികളിൽ നിന്നും പ്രതിനിധികളെ സൃഷ്ടിക്കാമെന്നുള്ള അനുവാദവും അനുഗ്രഹവും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ആ ഭരണ സംവിധാന നിർവഹണത്തിന് കൃത്യമായ ഒരു പദ്ധതി ഇടുകയാണ്. കുമാരനാശാൻ അരീപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം വാർഷിക നിബന്ധനകളും നിയമങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പുസ്തകം ഇറക്കുന്നുണ്ട്. വിവേകോദയം എന്ന പേരിൽ SNDP യോഗത്തിന് ഒരു മുഖപത്രം ഇറക്കുവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് 4 വിഷയങ്ങളെ കുറിച്ച്, സുപ്രധാനമായ കാര്യമാണ്, 4 വിഷയങ്ങളെ കുറിച്ച് SNDP യോഗത്തിന്റെ ധർമ്മപ്രചാരകരായിട്ടുള്ള ആളുകൾ, നമുക്ക് ധർമ്മപ്രചാരകർ വേണം. ഗുരു SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികത്തിൽ കുമാരനാശാനോട് പറഞ്ഞ്, ഡോക്ടർ പൽപുവിനോട് പറഞ്ഞ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ധർമ്മപ്രചാരക സംഘം എന്ന് പറയുന്നത്. SNDP യോഗം കോട്ടയം യൂണിയനിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം, ഇന്നിപ്പോ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രമായി ധർമ്മപ്രചാരകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ധർമ്മപ്രചാരകരായിട്ടുള്ള ആളുകൾ ആ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലൂടെ പഠിച്ച് പുറത്തിറങ്ങി കുടുംബയോഗങ്ങളിലാകട്ടെ, മറ്റ് പ്രസ്ഥാനങ്ങളിലാകട്ടെ, മറ്റ് വേദികളിലാകട്ടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ വാക്കുകൾക്ക് വേണ്ട വിധം ചെവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ മൂല്യബോധത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കും. ഇതൊരു വലിയ വിശാലമായ പ്ലാറ്റ്ഫോമും വിശാലമായ പദ്ധതിയുമാണ്. ഇപ്പോ SNDP യോഗത്തിന്റെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏകദേശം 50ലധികം ആളുകൾ ഈ കന്നി 1 മുതൽ കന്നി 5 വരെയുള്ള പ്രഭാഷണ പരമ്പരകളിൽ കോട്ടയം യൂണിയനിൽ മാത്രമല്ല സമീപ യൂണിയനുകളിലുമായി ഏകദേശം 10-60ഓളം വേദികളിൽ ആളുകളോട് സംവദിക്കുവാൻ തയ്യാറായി റെഡിയായി നിൽക്കുകയാണ്. അവർക്കെല്ലാം വേദികൾ ലഭിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലേക്കും അതിന്റെ പുതിയ ബാച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലേക്കും SNDP യോഗം കോട്ടയം യൂണിയന്റെയാണ്, യോഗത്തിന്റെയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. SNDP യോഗത്തിന്റെയാണ്. ആ യോഗത്തിന്റെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെത്തി ആ ശ്രീനാരായണ ധർമ്മം പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും നമ്മൾ തയ്യാറാകണം. അതിലേക്ക് ഈ അവസരത്തിൽ എത്താൻ പറ്റാത്ത ആളുകൾക്ക് ശാഖാ ഭാരവാഹികളൊക്കെ ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ട് അതിലേക്കും ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് അതിനൊക്കെ സുസജ്ജമായ കെട്ടുറപ്പും അതിനൊക്കെ സുസജ്ജമായ പിൻബലവും കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ധർമ്മപ്രചാരകരെ വേണമെന്നുള്ളതാണ് നമ്മൾ അന്ന് പറഞ്ഞു വന്നത്. ആ ധർമ്മപ്രചാരകർ SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികത്തിൽ അവർ പ്രചരിപ്പിക്കേണ്ട വിഷയമായിട്ട് പറയുന്നത് മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം എന്നായിരുന്നു. 4 വിഷയങ്ങളാണ് SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികത്തിൽ തീരുമാനമെടുത്തതിന് പ്രകാരം ധർമ്മപ്രചാരകർ നമ്മുടെ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുവാനായിട്ട് 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ: മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം. അതിൽ നിന്നാണ് അഷ്ടലക്ഷ്യങ്ങളിലേക്ക് 1928 എത്തിയത്. ഗുരു ആദ്യം നൽകിയ വിഷയങ്ങൾ ഈ 4 വിഷയങ്ങളായിരുന്നു. ആ 4 വിഷയങ്ങൾ
ഒന്നുകൂടെ ലളിതമാക്കി ലഘൂകരിച്ച് ലോകത്തെമ്പാടും നൽകിയതാണ് ശിവഗിരി തീർത്ഥാടന ലക്ഷ്യമായി നാഗമ്പടത്ത് വെച്ച് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അഷ്ടലക്ഷ്യങ്ങളായിട്ട് നമുക്ക് നൽകുന്നത്. അങ്ങനെ SNDP യോഗത്തിന്റെ ആ പ്രഥമ വാർഷികത്തിലെ പിന്നീട് എടുത്ത തീരുമാനം, പ്രധാനപ്പെട്ട ഒരു സുപ്രധാന തീരുമാനം എന്ന് പറയുന്നത്, നമ്മുടെ ആളുകൾക്ക് വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പാഠശാലകൾ ധാരാളമായിട്ട് യോഗം നേതൃത്വം ഇടപെട്ടുകൊണ്ട് സ്ഥാപിക്കണം. നമ്മുടെ അരീപ്പുറം ക്ഷേത്രത്തോടും അതിനോട് ചേർന്നുള്ള മഠത്തോടും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ സഹായ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ആളുകളെ ഉത്തേജിപ്പിക്കുന്നതിനും ഉണർവുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ധാരാളമായി മുഴുകണം. ഈ നാട്ടിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെ ഉടച്ച് വാർക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കണം എന്നുള്ളതായിരുന്നു SNDP യോഗത്തിന്റെ പ്രഥമ വാർഷിക തീരുമാനം. അതോടൊപ്പം സുപ്രധാനമായിട്ടെടുത്ത മറ്റൊരു തീരുമാനം എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികം, രണ്ടാമത് വാർഷികം അതിഗംഭീരമായി കൊല്ലത്ത് വെച്ച് നടത്തണം. ആലുമൂട്ടിൽ ചാന്നാറിന്റെ മേടയിൽ വെച്ച് നടത്തുവാനായിട്ടാണ് ആ തീരുമാനം പിന്നീട് കമ്മിറ്റി കൂടി എടുക്കുന്നത്. കൊല്ലത്തുള്ള ആലുമൂട്ടിൽ ചാന്നാറിന്റെ മേടയിൽ വെച്ച് നടത്തുവാനായിട്ട് തീരുമാനമൊക്കെ എടുത്ത് പിന്നീട് SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികം നടത്താനായിട്ട് തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ക്രമീകരണങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഡോക്ടർ പൽപ്പുവിനും കുമാരൻ ആശാനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത് ഇത് പ്രഥമ വാർഷികം പോലെയല്ല. SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തിലേക്ക് SNDP യോഗം പ്രഥമ വാർഷികം നൽകിയ ഉണർത്തുപാട്ടിൽ നിന്നും ഉണർവ് ഏറ്റെടുത്ത ജനം ആ ദ്വിതീയ വാർഷികം എന്ന് പറയുന്നത് മഹാ ഉത്സവമാക്കി മാറ്റും. അതുകൊണ്ട് അത് അത്തരത്തിൽ ലളിതമായ രീതിയിൽ നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല, അല്ലെ പ്രഥമ വാർഷികം പോലെ അത്തരത്തിൽ നടത്തുവാൻ സാധ്യമല്ല. അത് വിപുലമായ ഒരു പദ്ധതിയോടുകൂടി വേണം അത് നടത്തുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അധ്യക്ഷതയിൽ തന്നെ കൂടിയ ഒരു യോഗത്തില് അതിനുവേണ്ടി 4 ഉപകമ്മിറ്റികളെ എടുക്കുന്നുണ്ട്. ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. 1905 നടക്കുന്ന SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികം നടത്തുന്നതിന് വേണ്ടിയുള്ള നടത്തിപ്പിനായിട്ട് ഇന്നിപ്പോ 2025 ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. 2025 നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു സമ്മേളനം നടത്തുമ്പോൾ ഉപകമ്മിറ്റികൾ എടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് ആ കമ്മിറ്റി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ശാഖകളിലാകട്ടെ, മറ്റ് പൊതുവേദികളിലാകട്ടെ, പൊതുസ്ഥലങ്ങളിലാകട്ടെ നമുക്കൊരു സംവിധാനമുണ്ടല്ലോ, എന്തിനാണ് ഇനിയും ഇതിനകത്തൊരു ഉപകമ്മിറ്റി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ചിന്തയിലേക്കാണ് ഭഗവത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ദീർഘവീക്ഷണം. ഭഗവത് ശ്രീനാരായണ ഗുരുദേവൻ കാലാനുവർത്തിയായിട്ടുള്ള ചെയ്തിട്ടുള്ള ആ പ്രവർത്തനങ്ങളുടെ നമ്മളെ നയിക്കുന്നതിന് വേണ്ടി രൂപരേഖയായി നൽകിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. 1905 നടക്കുന്ന SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തിന് വേണ്ടി ഒരു പ്രദർശന കമ്മിറ്റി, എന്താണ് പ്രദർശന കമ്മിറ്റി? അന്നൊരു വ്യാവസായിക കാർഷിക മേള സംഘടിപ്പിക്കണമെന്ന് SNDP യോഗം കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ചിരുന്നു. അതിന് ഒരു പ്രദർശന കമ്മിറ്റി ഉണ്ടാവണം. രണ്ടാമതായിട്ട് ഒരു ഭരണപരിഷ്കാരത്തിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാവണം, വിഷയ അവതരണ കമ്മിറ്റി. മൂന്നാമതായിട്ട് ഒരു സാഹിത്യ കമ്മിറ്റി. നാലാമതായിട്ട് ഇതെല്ലാം മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനത്തിനായിട്ടുള്ള ഒരു മേൽനോട്ട കമ്മിറ്റി എന്ന രീതിയിൽ പ്രധാനമായും 3 കമ്മിറ്റികൾ. ആ 3 വിഷയനിർണയ കമ്മിറ്റി, പ്രദർശന കമ്മിറ്റി, സാഹിത്യ കമ്മിറ്റി, ഇങ്ങനെ 3 ഉപകമ്മിറ്റികൾ ആ യോഗത്തിന്റെ മീറ്റിംഗിൽ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ഈ കമ്മിറ്റി SNDP യോഗത്തിന്റെ രണ്ടാമത് വാർഷികം നടത്തുന്നതിന് വേണ്ടിയുള്ള വിപുലമായ ഒരുക്കങ്ങൾ പിന്നീട് നടത്തുകയാണ്. നമ്മള് പ്രോത്സാഹന കമ്മിറ്റി എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ സ്വാഗത കമ്മിറ്റിയാണ്. ഇങ്ങനെ സ്വാഗത കമ്മിറ്റി, വിഷയ അവതരണ കമ്മിറ്റി, പ്രദർശന കമ്മിറ്റി, സാഹിത്യ നിരൂപണ കമ്മിറ്റി എന്നിങ്ങനെ 4 കമ്മിറ്റികളുടെ അടിസ്ഥാനത്തിൽ SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികം നടത്തുന്നതിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഒരു കാർഷിക വ്യവസായ പ്രദർശനം കൊല്ലത്ത് നടത്തണം. ആലുമൂട്ടിൽ ചാന്നാരുടെ വസതി എന്ന് നിശ്ചയിച്ചത് പിന്നീട് കൊല്ലം താമരക്കുളത്ത് വലിയ പന്തലിട്ടുകൊണ്ട്, ഈ ആലോചന കമ്മിറ്റി കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഈ രീതിയിലേക്ക് മാറുന്നത്. കൊല്ലം താമരക്കുളത്ത് വലിയ പന്തലിട്ടുകൊണ്ട് അതിവിപുലമായ രീതിയിൽ വേണം നമ്മുടെ ദ്വിതീയ വാർഷികം നടത്താൻ. അതിലേക്ക് 10 ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക വ്യവസായ പ്രദർശനം നമ്മൾ നടത്തുവാൻ തീരുമാനിച്ചു. എങ്ങനെ? ഈ പ്രദർശന കമ്മിറ്റിയുടെ ഗൗരവപൂർവമായ കൃത്യനിർവഹണത്തിന്റെ ആലോചനയുടെ ഭാഗമായി
10 ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക വ്യവസായ പ്രദർശനം ഭാരതത്തിൽ നടന്നിട്ടില്ല. ഇന്ന് തന്നെ നമ്മൾ കേരളത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്, അന്ന് കേരളമില്ല, തിരുവിതാംകൂർ കൊച്ചിയും മലബാറുമാണ്, ബ്രിട്ടീഷ് രാജ്യങ്ങളാണ്. അപ്പോ ഈ തിരുവിതാംകൂർ രാജ്യത്താണ്, കൊല്ലത്താണ് ഈ കാർഷിക വ്യവസായ പ്രദർശനം നടത്തേണ്ടത്. എവിടെ നിന്ന് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരും? പിന്നീട് ആലോചനയായി അതിനുവേണ്ടി കൊച്ചിയിലും മലബാറിലുമുള്ള നമ്മുടെ പൗരപ്രമുഖന്മാരെ സമീപിക്കുന്നു, അവരോട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, നാടൊട്ടുക്കും പ്രചാരം നടത്തുന്നു പ്രദർശന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകളുമായി ആളുകൾ കൊല്ലം താമരക്കുളത്തേക്ക് എത്തുകയാണ്. അതിലേക്ക് നോക്കണം, സെൻട്രൽ യോഗത്തിന്റെ വലിയ വാക്യമാണ്. ഭരണാധികാരിയായിട്ടുള്ള മഹാരാജാവ് ഈ വലിയ വാർഷികത്തിന്റെ മഹിമയെ കണ്ട് അതിന്റെ ആ ഒരു ഉണർവ് കൊണ്ട് 300 അതിലധികം രൂപ സംഭാവന നൽകുകയാണ്. അതിലേക്ക് ദിവാൻ സംഭാവന നൽകുകയാണ്. ഡോക്ടർ പൽപ്പുവിന്റെ മദ്രാസിലെ ഭരണാധികാരികൾ ഡോക്ടർ പൽപ്പുവിൽ നിന്നും ഇത്തരമൊരു കാർഷിക വ്യവസായ പ്രദർശനം ഇവിടെ ഇന്ന് ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് തിരുവിതാംകൂർ കൊല്ലം പട്ടണത്തിന് താമരക്കുളം ദേശത്ത് വലിയ ആർഭാടമായി രാജപ്രൗഢിയോടെ നടക്കുന്നത് കൊണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പണം സംഭാവനയായി നൽകുകയാണ്. എന്തിനു വേണ്ടി? ഈ കാർഷിക വ്യവസായ പ്രദർശനം അത്യധികം ഗംഭീരമാക്കുന്നതിന് വേണ്ടി. അങ്ങനെ നാനാ ദിക്കിൽ നിന്നും സംഭാവനകളും കിട്ടുകയാണ് SNDP യോഗത്തിന്റെ വലിയ വാർഷിക സമയത്ത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 10 ദിവസം നീണ്ടിരിക്കുന്ന കാർഷിക വ്യവസായ പ്രദർശനത്തിലേക്ക് ധാരാളം പ്രദർശന വസ്തുക്കൾ എത്തുകയാണ്. പ്രദർശന വസ്തുക്കൾ എത്തുമ്പോ ഡോക്ടർ പൽപ്പു, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പ്രഥമ വാർഷികത്തിലേക്ക് ഡോക്ടർ പൽപ്പു ഒരു പ്രസംഗങ്ങളൊക്കെ നയിക്കുമ്പോൾ ഒരു വാക്യം പറയുന്നുണ്ട്. ഈ കാർഷിക വ്യവസായ പ്രദർശനത്തിലേക്ക് പിന്നീട് എന്താണ് പറയുന്നത്, ഉണർവേകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചിന്തിക്കുന്നതിന് വേണ്ടി ഉതകുന്ന ഒരു പ്രസംഗ ശകലമാണ് ഡോക്ടർ പൽപ്പുവിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർ കമ്പോളങ്ങളിൽ ചെന്നാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നതിന് അവർ വ്യഗ്രത കൂട്ടും. ഒരു ജപ്പാൻകാരൻ ഒരു കമ്പോളത്തിൽ ചെന്നാൽ അവരുടെ ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യഗ്രത കാണിക്കും. എന്നാൽ നമ്മൾ സ്വദേശീയമായ ഉൽപ്പന്നങ്ങൾ വ്യാവസായികമായി ഉണ്ടാക്കി അത് പോരായ്മയുള്ളതാണെങ്കിൽ അത് വിദേശീയരുടെ ഉൽപ്പന്നങ്ങളെ പോലെ മഹിമയുള്ളതാക്കി പുനർനിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ കൊണ്ട് നേടിപ്പിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. നമ്മുടെ കാർഷിക വ്യവസായ മേഖലകൾ പുത്തൻ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിഷ്കരിക്കണം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആളുകൾ നേരിടുന്ന തരത്തിൽ പ്രിയങ്കരമാക്കണം. ഡോക്ടർ പൽപ്പുവിന്റെ പ്രസംഗ ശകലമാണ്. രണ്ടാമത് SNDP യോഗത്തിന്റെ 2ാമത് വാർഷിക യോഗത്തിലേക്ക് കാർഷിക വ്യാവസായിക പ്രദർശനത്തിന് ഏറ്റവും നിതാന്തമായിട്ടുള്ള പ്രസംഗ ശകലമാണ് ഡോക്ടർ പൽപ്പുവിൽ ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ പൽപ്പു ഒരു മധ്യാഹ്ന സൂര്യനെ പോലെ ശോഭിച്ചു നിന്ന കാലമാണ് SNDP യോഗത്തിന്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഡോക്ടർ പൽപ്പുവിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ മാത്രമായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ കുമാരനാശാൻ പോലും ആ 1904, 1905 കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ, സാഹിത്യ പ്രവർത്തനങ്ങളിലല്ല, സംഘടനാ പ്രവർത്തനങ്ങളിൽ ഡോക്ടർ പൽപ്പുവിന്റെ SNDP യോഗത്തിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ പൽപ്പുവിന്റെ ദീർഘവീക്ഷണത്തിനോട് കിടപിടിക്കുവാൻ ഇന്നും ഒരു സംഘടനാ പ്രവർത്തകനോ ഒരു രാഷ്ട്രീയ നേതാവോ ഇല്ല എന്നുള്ള പരമമായ ചരിത്ര സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ കാർഷിക വ്യവസായ പ്രദർശനം 10 ദിവസത്തേക്ക് നടക്കുകയാണ്. സാഹിത്യ മത്സരങ്ങൾ നടക്കുകയാണ്. സാഹിത്യ മത്സരങ്ങൾ നടക്കുമ്പോൾ അതിന് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണ വിഷയ അവതരണ കമ്മിറ്റിയുടെ കീഴിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ആചാര പരിഷ്കരണം നടത്തണം. SNDP യോഗത്തിന്റെ പുതിയ വാർഷികത്തിൽ വലിയ സമ്മേളനങ്ങൾ നടത്തിക്കൂട്ടി തീരുമാനിക്കുകയാണ്. പൊതുജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അന്ന് 300 പേരാണ് പങ്കെടുത്തത് എങ്കിൽ SNDP യോഗത്തിന്റെ പ്രഥമ വാർഷികത്തിൽ 300 പേരാണ് പങ്കെടുത്തത് എങ്കിൽ ഇന്ന് ദ്വിതീയ വാർഷികം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ആളുകൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണാധികാരമുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകേന്ദ്രങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്നും മാത്രമല്ല കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും മറ്റ് ബ്രിട്ടീഷ് നിന്നുമായി 3000-ലധികം ആളുകൾ ദ്വിതീയ വാർഷികത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊല്ലം
താമരക്കുളത്തെത്തി എന്നുള്ള ചരിത്രപരമായ സത്യം നമ്മൾ എത്ര പേരും ഓർമ്മിക്കുന്നുണ്ട്? തിരിച്ചറിയണം. നമ്മൾ എത്ര പേരും ഓർമ്മിക്കുന്നുണ്ട്? SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തിൽ 3000-ലധികം ആളുകൾ പങ്കെടുത്തു. 90 നിന്ന് പ്രഥമ ഡെലിഗേറ്റ്സ് 90 ആയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് 700-ലധികം ഡെലിഗേറ്റ്സുകളെ SNDP യോഗം അതിന്റെ ദ്വിതീയ വാർഷികത്തിലേക്ക് അതിന്റെ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കുവാനായിട്ട് സാധിച്ചു. തിരിച്ചറിയണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അന്ന് കേവലം 90 പേരായിരുന്നു. ഇപ്പൊ SNDP യോഗത്തിന്റെ അംഗത്തെ ഫീസ് കുറച്ചും അതിന്റെ കൃത്യമായ ഭരണപരിഷ്കാര കാര്യങ്ങളെ കുറിച്ചുള്ള നിർവ്വഹണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോ ഏകദേശം 700-നടുത്തുള്ള ആളുകൾ അതിന്റെ ഡെലിഗേറ്റ്സുകളായി മാറി. ഈ ഡെലിഗേറ്റ്സുകൾ വരുന്നത് എങ്ങനെയാ? നിസാരക്കാരായിട്ടാണോ ഈ ഡെലിഗേറ്റ്സുകൾ വരുന്നത്? രാജപ്രൗഢിയോടുകൂടിയാണ് ഡെലിഗേറ്റ്സുകൾ വരുന്നത്. പുൽപ്പാക്കെട്ടുമായിട്ടാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുൽപ്പാക്കെട്ടുമായിട്ട് ഭൃത്യന്മാരുടെ അകമ്പടിയോടുകൂടി രാജാവ് വരുന്നത് പോലെയാണ് ആലംമൂട്ടിൽ ചാന്നാർ SNDP യോഗത്തിന്റെ 2ാമത് വാർഷികത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നത് എന്നുള്ളതാണ് കൊല്ലത്തേക്ക്. ഡോക്ടർ പൽപു ഒരു ദിവാന്റെ വേഷ സംവിധാനത്തോടുകൂടി മൈസൂർ രാജാവ് മദ്രാസ് രാജാവിനെ പോലെ മൈസൂർ രാജാവിനെ പോലെ തലപ്പാവൊക്കെ വെച്ചാണ് ആ ഒരു ദിവാൻ പേഷ്കാരെ പോലെയാണ് ഇവിടെ ഡോക്ടർ പൽപു ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മാന്യമായ വസ്ത്രങ്ങൾ, അതിൽ എന്താണ് പറയുന്നത്, അന്തസുറ്റ രാജപ്രൗഢിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ആ ഡെലിഗേറ്റ്സുകൾ പങ്കെടുക്കുന്നത്. ഏകദേശം 15-20 പവൻ തൂക്കമുള്ള ഒരു മാലയായിരുന്നു ആലംമൂട്ടിൽ ചാന്നാര് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ കൊല്ലം താമരക്കുളത്തേക്ക് ധരിച്ചുകൊണ്ടായിരുന്നു വന്നത് എന്നാണ് സി കേശവൻ, നന്നേ ബാലനായിട്ടുള്ള സി കേശവൻ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് സി കേശവനൊന്നും SNDP യോഗത്തിന്റെ ഭരണ സംവിധാനങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ല. ഏകദേശം 10-14 വയസ്സ് മാത്രം പ്രായമുള്ള സി കേശവൻ SNDP യോഗത്തിന്റെ 2ാമത് വാർഷികം സമ്മേളന നഗരിയിൽ നടന്നു കാണുന്നത് നമ്മളൊക്കെ ഇപ്പോ തിരുനക്കര അമ്പലത്തിന്റെ ഉത്സവവും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും നാഗമ്പടം അമ്പലത്തിലെ ഉത്സവവും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് കാണുമ്പോൾ അതിന്റെ പ്രദർശനങ്ങളും മേളകളും ഒക്കെ വെളിയിൽ നിന്ന് കാണുമ്പോൾ കൊച്ചു കുട്ടികളായിട്ടൊക്കെ നമ്മളെ മക്കൾ കൂടെ വരികയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്റെ രക്ഷിതാക്കളുടെ ഒപ്പം ഒരു കൊച്ചുകുട്ടിയായി ബാലനായി കടന്നു വന്ന സി കേശവൻ, ആ സി കേശവൻ അന്ന് കണ്ട കാഴ്ച സി കേശവന്റെ ഓർമ്മക്കുറിപ്പിൽ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നത്. രാജപ്രൗഢിയായിരുന്നു SNDP യോഗത്തിന്റെ 2ാമത് വാർഷികത്തിൽ, കൊല്ലം താമരക്കുളത്ത് വെച്ച് നടന്ന 2ാമത് വാർഷികത്തിൽ 10 ദിവസങ്ങൾ നീണ്ടുനിന്ന കാർഷിക വ്യവസായ പ്രദർശനം എന്ന് പറയുന്നത് അന്ന് രാജഭരണാധികാരത്തിന് ചിന്തിക്കാവുന്നതിനും സംഘടിപ്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സംഘടിപ്പിക്കുന്നത് പോകട്ടെ, ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ സത്യത്തിൽ ഇവിടുത്തെ സവർണ ജനവിഭാഗത്തിന് ഹാലിളകുകയാണ്. സവർണ ജനവിഭാഗത്തിന് കാലിളകി ഒട്ടനവധി ആചാര പരിഷ്കരണങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് തീക്ഷ്ണമായ ചിന്തകൾ SNDP യോഗത്തിന്റെ 2ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഗുരുവിന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഗൗരവപരമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ചിന്തകൾ നാടെങ്ങും പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ സവർണ ഭരണാധികാരികൾക്ക് കാലിളകുകയാണ്. അവർ ഈ യോഗത്തെ, ഈ 2ാമത് വാർഷികത്തെ അവർ കുറച്ച് മാറി നിന്ന് വീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഈ വാർഷികം തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഒരു ലഹളയുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ലഹളയുണ്ടാകുകയാണ് ഈ തിരുവിതാംകൂർ രാജ്യത്ത് SNDP യോഗത്തിന്റെ 2ാമത് വാർഷികത്തോടനുബന്ധിച്ച്. ചരിത്രം അതിന്റെ കറുത്ത താളുകളിൽ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രത്തെ നമുക്ക് മറച്ചു വെക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. നായർ ഈഴവ ലഹള എന്നാണ് ചരിത്രത്തിന്റെ ആ കറുത്ത താളുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മാന്യമായി വസ്ത്രം ധരിച്ച് വരുന്ന നമ്മുടെ സഹോദരിമാരെ, അമ്മമാരെ, പെൺകുട്ടികളെ ഇവിടെയുള്ള സവർണ അധികാരികൾ അവരുടെ അധികാരം ഉപയോഗിച്ച് അവർ ആക്രമിക്കുവാൻ തുടങ്ങി. അവരവരെ മാനഭംഗപ്പെടുത്തുവാൻ തുടങ്ങി. അവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറുന്നതിൽ നിന്ന് വിലക്കുവാൻ തുടങ്ങി. അവരെ അടിച്ചോടിക്കുവാൻ തുടങ്ങി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിപ്പിക്കുവാൻ തുടങ്ങി. വിദ്യ നമുക്ക് കിട്ടുന്നതിനുള്ള അവസരങ്ങൾ വീണ്ടും നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഈ നാടിനെ അത്തരത്തിലുള്ള ഒരു അക്രമ രാജ്യമാക്കി മാറ്റുന്നതിലേക്ക് ഇവിടെ ഒരു അസംതൃപ്തിയും ഒരു സ്വാതന്ത്ര്യബോധവും നൽകാത്ത രീതിയിൽ വീണ്ടും സംഘടനാപരമായി അല്ലെങ്കിൽ ആക്രമണ രൂക്ഷിത കാലഘട്ടത്തിലേക്ക് ആ ചരിത്ര പോവുകയാണ്.
SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തോടനുബന്ധിച്ച് പ്രിയപ്പെട്ട ഏറെ ബഹുമാന്യനായിട്ടുള്ള മുല്ലക്കര രത്നാകരൻ സാറ്, അദ്ദേഹം മന്ത്രിയൊക്കെ ആയിട്ടുള്ള രത്നാകരൻ സാർ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തില് അതിനെക്കുറിച്ച് രസകരമായി പറയുന്നുണ്ട്. ദ്വിതീയ വാർഷികത്തോടനുബന്ധിച്ച് പറയുന്ന ഒരു ഭാഗത്തില് അദ്ദേഹം പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോട് ആ ലഹള നടക്കുന്ന സമയത്ത് ചെന്ന് വാസ്തവമോ വാസ്തവവിരുദ്ധവുമായിട്ട് സാങ്കല്പികമോ അല്ലാത്തതോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ പ്രസംഗ ശകലത്തിൽ നിന്ന്, മുല്ലക്കര രത്നാകരൻ സാറിന്റെ പ്രസംഗ ശകലത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ്, പ്രസംഗ ശകലമാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഹരിപ്പാട്ട് മേഖലയിലൊക്കെയാണ്, പ്രദേശത്തൊക്കെയാണ് കൂടുതലായിട്ട് ലഹള ഉണ്ടായിക്കൊണ്ടിരുന്നത്. ലഹളയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളെ ആക്രമിക്കുമ്പോൾ SNDP യോഗത്തിലെ അല്ലെങ്കിൽ ഈഴവരാതി പിന്നോക്ക വർഗത്തിലുള്ള സ്ത്രീകളെ സവർണ ജാതിയിൽപ്പെട്ട ആളുകൾ മാനഭംഗപ്പെടുത്തുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് പ്രതിരോധം ആരംഭിക്കുകയും അതിനുശേഷം അത് ലഹളയായി തല്ലായി കലാശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്താണ് പറയുക, അതിന്റെ സന്ദർഭോചിതമായി ഉള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗുരുവിനോട് എന്ന് ചോദിക്കുന്നുണ്ട് ആളുകൾ, SNDP യോഗത്തിന്റെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫലിതമായിട്ടാണ് അദ്ദേഹം മുല്ലക്കര സാർ ഇത് പറയുന്നത്. ഗുരുവിനോട് എന്ന് പറയുകയാണ്, അവിടെ ലഹളയാണ് സ്വാമി, നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ആ ലഹള നടക്കുന്ന സമയത്ത് ഗുരുവിൽ നിന്നും ഒരിക്കലും തീർച്ചയായും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമായിരിക്കില്ല, അത് നമ്മൾ തിരിച്ചറിയണം. ഗുരുവിൽ നിന്നും തീർച്ചയായിട്ട് അത്തരത്തിലുള്ള ഒരു മറുപടി ഒന്നും ഉണ്ടാകില്ല. പക്ഷേ എങ്കിൽ അതിനകത്തൊരു ഫലിതമുണ്ട്. ആ ഫലിതം എന്ന് പറയുന്നത്, ഗുരുവിനോട് എന്ന് പറഞ്ഞപ്പോ ഈ ലഹള നടക്കുമ്പോൾ തല്ലുന്നത് വടി ഉപയോഗിച്ചാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഈ SNDP യോഗാംഗങ്ങൾ ചെന്ന് ഗുരുവിന്റെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത്, സ്വാമി, ലഹളയുണ്ടാകുന്ന സമയത്ത് ചിലപ്പോ വടിയെടുക്കാനൊന്നും സമയം കിട്ടില്ല, ഞങ്ങൾ കൈകൊണ്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയാണ് സംഭവിക്കാറ് എന്ന് പറയുമ്പോൾ ഗുരു ഫലിതമായി പറഞ്ഞതായിട്ട് മുല്ലക്കര സാറ് പറയുന്നത്, അങ്ങനെയെങ്കിൽ അത് കുഴപ്പമില്ല, തൊട്ടുകൂടായ്മ മാറുമല്ലോ. ഇത് സന്ദർഭോചിതമായിട്ട് നമ്മളിവിടെ ചേർത്ത് വെച്ച ഒരു ഫലിതമായിട്ട് ചിന്തിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ആ ലഹള പോലും കുഴപ്പമില്ല, നമ്മൾ തൊടുന്നതിനുള്ള അശുദ്ധി, തീണ്ടായ്മയും തൊടിയിലിന്റെയും ആ തൊട്ടുകൂടായ്മ ആ ലഹള നടക്കുന്നത് കൊണ്ട് മാറുമല്ലോ, സാരമില്ല, ലഹള അത്തരത്തിൽ അങ്ങ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ആ പ്രസംഗ ശകലത്തിൽ മുല്ലക്കര രത്നാകരൻ സാർ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും അവിടെ അങ്ങനെ ഒരു ലഹള നടന്നു. ഈ ഇടവരാതി പിന്നോക്ക വിഭാഗക്കാർ അധികമുള്ള പ്രദേശങ്ങളിലൂടെ സവർണ അധികാരികൾ വരുമ്പോ അവരെ അടിക്കുക, അതുപോലെ തന്നെ സവർണ അധികാരികളുള്ള ഭൂരിപക്ഷമുള്ള മേഖലയിലൂടെ ഈഴവരാതി പിന്നോക്കക്കാർ പോകുമ്പോഴത്തേക്ക് അവരെ കൊടിയ മർദ്ദനങ്ങളിലേക്ക് പറഞ്ഞു വിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. രാജാവിന്റെ അടുത്ത്, ഭരണാധികാരികളുടെ അടുത്ത് പരാതിയൊക്കെ പോകുന്നു, ഡോക്ടർ പൽപ്പുവിന്റെയൊക്കെ നേതൃത്വത്തിൽ പരാതിയൊക്കെ പോകുന്നു. ഡോക്ടർ പൽപ്പുവിനെ പോലും ആക്രമിക്കുവാനായിട്ടുള്ള പദ്ധതി ഈ കുൽസിത ബുദ്ധിക്കാർ ചെയ്തു എന്നുള്ളതാണ്. കുമാരനാശാനെ ആക്രമിക്കുവാനായിട്ടുള്ള പദ്ധതി ഇട്ടു. വിവേകോദി സുജനാനന്ദിനി എന്ന് പറയുന്ന പത്രവും നമ്മുടെ സമുദായത്തിലേക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്ത് അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങളെ വിവരിച്ച് പൊതുജന സമൂഹത്തിന് മുമ്പിൽ കാണിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രധാന പത്രങ്ങൾ, ആ പത്രങ്ങളൊക്കെ കത്തിക്കുവാനായിട്ട് തുടങ്ങി. ആ പത്രങ്ങളൊക്കെ കത്തിച്ച് തുടങ്ങിയപ്പോഴത്തേക്കാണ്, വിവേകോദയമൊക്കെ കത്തിക്കുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആളവ് കുമാരനാശാൻ മുറിവേക്കലും മൂർത്തർ പത്രം കുത്തിധരിക്കലും മുഷ്കിന് കീഴടങ്ങാതെ മരിപ്പോളം തടുക്കുവിനെന്ന് ഉദ്ബോധനത്തിലൂടെ നമുക്ക് നൽകിയത്. ഏതാണ്? മുറിവേക്കലും മിസ്റ്റർ പത്രം കുത്തിധരിക്കലും മുഷ്കിന് കീഴടങ്ങാതെ മരിപ്പോളം തടുക്കും. നമ്മളിൽ നിന്നും വലിയ ചെറുത്തുനിൽപ്പാണ് പിന്നീട് ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു ദ്വിതീയ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഈ ലഹള ഇവിടെ ഭരണാധികാരികൾക്ക് ഒരു തലവേദനയായി മാറുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്രതിരോധം ഈ പിന്നോക്ക എന്ന് വിളിക്കുന്ന അല്ലെ അവർണരെന്ന് വിളിക്കുന്ന സംഘടിതമല്ലാത്ത ഈ സംഘടനയുടെ ഭാഗത്ത് സുസജ്ജമായ രീതിയിൽ ഇത്രയും വലിയൊരു പ്രതിരോധം ഉണ്ടാകുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോ ലഹളക്കാർ പേടിക്കുവാൻ തുടങ്ങി, ഇവിടുത്തെ ഭരണാധികാരികൾ ഭയക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് 1905 ഒരാശയം അവിടെ മാധവറാവു എന്ന് പറയുന്ന ദിവാന്റെ നേതൃത്വത്തിൽ കാവാലം നീലകണ്ഠപ്പള്ള എന്ന് പറയുന്ന ഏറ്റവും പ്രധാനിയായിട്ടുള്ള സഹോദര സ്നേഹമുള്ള ആ സമുദായ പ്രമുഖന്റെ നായർ പ്രമുഖന്റെ നേതൃത്വത്തില് നായർ ഈഴവ മൈത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ആ നായർ ഈഴവ മൈത്രിയുടെ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് ആ ലഹള അവസാനിപ്പിക്കുന്നത്. അതിൽ
സി വി കുഞ്ഞിരാമൻ ഏകദേശം 10-25 വയസ്സ് പ്രായമുള്ള സി വി കുഞ്ഞിരാമൻ വളരെ സുദീർഘമായി ഏറ്റവും പ്രൗഢഗംഭീരമായ ഉത്തേജനം നൽകുന്ന, നമുക്ക് ആത്മവീര്യം നൽകുന്ന പ്രസംഗമൊക്കെ ആ നായർ ഈഴവ മൈത്രി സമ്മേളനങ്ങളിൽ നടത്തുന്നുണ്ട്. SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തോടനുബന്ധിച്ചാണ്. നമ്മൾ ഇന്ന് നടക്കുന്ന ആശയങ്ങൾ പല പുത്തൻ ആശയങ്ങൾ എന്ന് നമ്മുടെ ആളുകൾ, നമ്മുടെ പുതിയ തലമുറ വിചാരിക്കുന്ന പല ആശയങ്ങളും SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തോടനുബന്ധിച്ച് ഈ രാജ്യത്ത് സംജാതമായിട്ടുള്ള ആശയങ്ങളാണ്. ആചാര പരിഷ്കരണം തുടർന്ന് നടത്തുകയാണ്. കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഭഗവത് തൃപ്പാദങ്ങളെ സ്വീകരിക്കുന്നത് യോഗ സ്ഥലത്തേക്ക്. ആയിരങ്ങളാണ് സ്വീകരണ സ്ഥലത്തിലേക്ക് ഭഗവാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് അണിനിരുന്നത്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള പ്രദർശനങ്ങളൊക്കെ നടന്ന്, ഇത്തരം മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാണ് ആചാര പരിഷ്കരണ മേഖലകളിലേക്ക് പോയി ഒട്ടനവധി അനാചാരങ്ങൾ ഈ രാജ്യത്ത് നിർത്തലാക്കിയാണ്. പുളികുടി, കെട്ടുകല്യാണം എന്ന് പറയുന്ന ഒട്ടനവധി അനാചാരങ്ങൾ നിർത്തലാക്കിയാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാകുകയാണ്. അങ്ങനെ അതിനുശേഷം വീണ്ടും SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തോടനുബന്ധിച്ച് വീണ്ടും നമ്മുടെ SNDP യോഗത്തിന്റെ കമ്മിറ്റിയൊക്കെ ആവിഷ്കരിക്കുകയാണ്. SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തോടനുബന്ധിച്ച് കമ്മിറ്റി വീണ്ടും പുനഃക്രമീകരിക്കുന്നു. ആ പുനഃക്രമീകരിച്ച കമ്മിറ്റിയില് ഡോക്ടർ പൽപ്പു പ്രിയപ്പെട്ടവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. നമ്മൾ ഡോക്ടർ പൽപ്പു ഔദ്യോഗിക തിരക്കുകൾ മൂലം വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് SNDP യോഗത്തിന്റെ ദ്വിതീയ കമ്മിറ്റിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു 13-അംഗ കമ്മിറ്റി അവിടെ രൂപം കൊടുക്കുകയും അതിനുശേഷം ആ 13-അംഗ കമ്മിറ്റിയെ കൂടാതെ SNDP യോഗത്തിന് 2 ഓഡിറ്റർമാരെയും 2 നിയമോപദേശകരെയും ചേർത്തുകൊണ്ട് ഒരു 15-അംഗ ഭരണസമിതി SNDP യോഗത്തിന്റെ ദ്വിതീയ വാർഷികത്തോട് അനുബന്ധിച്ച് രൂപീകൃതമാകുകയാണ്. അങ്ങനെ ഒട്ടനവധി നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന SNDP യോഗത്തിന്റെ പ്രഥമ ദ്വിതീയ വാർഷികങ്ങൾ നമ്മൾ ദൈർഘ്യം മൂലം, സമയക്കുറവ് മൂലം നമുക്കിത് ഇനിയും വിശദീകരിക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കണം, കന്യാകുമാരി മുതൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കന്യാകുമാരി മുതൽ അങ്ങ് ഗോകർണം വരെ, കുദ്രോളി വരെ, കർണാടകം വരെയുള്ള 14 ലക്ഷത്തോളം അവർണ സമുദായ അംഗങ്ങളുടെ അവസാന വാക്കായി SNDP യോഗം ഈ ദ്വിതീയ വാർഷികത്തില് മാറുകയാണ് എന്നുള്ളതാണ്. തിരിച്ചറിയുക, SNDP യോഗത്തിന്റെ 1905 ദ്വിതീയ വാർഷികത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഏറ്റവും ഉന്മേഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ 14 ലക്ഷത്തോളവും അവർണർ എന്ന് കരുതപ്പെടുന്ന ഇവിടുത്തെ സമുദായ സാമൂഹിക മനുഷ്യജന്മങ്ങളുടെ അവസാന വാക്കായി SNDP യോഗം മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ഈ 2025 തിരിച്ചു ചെല്ലേണ്ട ആവശ്യമാണ്. അവിടെയാണ് ഈ യോഗത്തിന്റെ ഈ വിജ്ഞാന സന്ധ്യയുടെ ഇന്നത്തെ വിഷയത്തിന്റെ പ്രസക്തി. കാരണം SNDP യോഗത്തെ 4 പാടിൽ നിന്നും ആക്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് SNDP യോഗത്തെ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ സുസജ്ജമായ കെട്ടുറപ്പ് തകർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ ആക്രമിക്കുന്നവർക്കുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അന്ന് 1905 14 ലക്ഷം സമുദായ അംഗങ്ങളെ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന, ഇവിടെ അവഗണന അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് അവരുടെ അവസാന വാക്കായി SNDP യോഗം മാറിയിട്ടുണ്ട് എന്ന് 2025 ഞാൻ നിങ്ങളോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏകദേശം 1.25 കോടിയിലധികം ജനങ്ങൾ ഇതേ പീഡനങ്ങൾ ഇന്നും അവരറിയാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ അവസാന വാക്കായി SNDP യോഗത്തെ നമുക്ക് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രാജ്യത്ത് നവോത്ഥാനത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രമുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് നൽകുവാൻ. അവര് ഒട്ടനവധി ക്ലേശങ്ങൾ സഹിച്ചാണ് ഈ ശ്രീനാരായണ വിജ്ഞാന സന്ധ്യ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം, 40 ദിവസങ്ങളെ, ഒരു മണ്ഡലകാലമാണ് 41 ദിവസം എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരു ദിവസം മാത്രമാണ് കുറവ്. 40 ദിവസങ്ങളായി ഇവർ ആളുകളെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി യാഥാർത്ഥ്യ ബോധത്തിലേക്ക്, ശ്രീനാരായണ ധർമ്മത്തിലേക്ക്, ശ്രീനാരായണ സന്ദേശങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്. ഇത്തരം വീഡിയോകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സമയമനുസരിച്ച് കാണുക എന്നുള്ളതാണ്. ഇതിനകത്തു നിന്നും, ഈ വീഡിയോയ്ക്ക് അകത്തു നിന്നും എന്താണ് നിങ്ങൾക്ക് കാമ്പായിട്ട് കിട്ടുന്ന ഒരു സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്.
ഈ സൈബർ സേനയുടെ ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഒക്കെ വരുമ്പോ അത് മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആർക്കും ഒരു ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ വിരൽത്തുമ്പ് ഒന്ന് ചലിപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. കേൾക്കട്ടെ ആളുകൾ, അവരുടെ സൗകര്യം പോലെ കേൾക്കട്ടെ. കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യം. ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. SNDP യോഗം കോട്ടയം യൂണിയന്റെ സൈബർ സേന നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് സമാഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ യൂട്യൂബിലൂടെ ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിൽ നിന്നുമൊക്കെ ഗണ്യമായ ഒരു പ്രചരണം ഇതിനകത്ത് കിട്ടും. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ യോഗത്തിന്റെ ആ ഒരു പ്രവർത്തന ആരംഭകാലം തൊട്ടേ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പ്രഥമ ദ്വിതീയ വാർഷിക കാലഘട്ടം തൊട്ടേ 1903 ആരംഭിച്ചപ്പോ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ആ ഗുരുവിനാൽ അനുഗ്രഹീതമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഇത് പ്രചോദനമാകണം എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ള. എന്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും SNDP യോഗത്തിന്റെ യോഗ നേതാക്കന്മാർക്കും SNDP യോഗം കോട്ടയം യൂണിയന്റെ ഭരണാധികാരികളായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണാധികാരികൾക്കും ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം, നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിനും ഒക്കെ ഇതിന് കൃത്യമായ പങ്കുകളുണ്ട്, പങ്കാളിത്തമുണ്ട്. ഏകദേശം 25ഓളം ആളുകൾ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൽ നിന്നും ഇതിന്റെ ധർമ്മപ്രചാരകരായി പങ്കെടുക്കുകയുണ്ടായി ഓരോ ദിവസങ്ങളായി. വളരെ അഭിമാനകരമായിട്ട്, ഞാനും നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ഒരു പഠിതാവും വിദ്യാർത്ഥിയും ഒക്കെയാണ്. വളരെ അഭിമാനമുണ്ട്. ഒരു സാധാരണ വീട്ടുകാരനായി അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥനായി പോകേണ്ടിയിരുന്ന ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെ പങ്കാളികളാക്കുമ്പോൾ ഗുരുവിന്റെ സങ്കല്പമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് എന്ന് തിരിച്ചറിയുക. ഇതിനകത്ത് നിങ്ങൾക്ക് എടുക്കാവുന്ന കാമ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് പ്രചരിപ്പിക്കുവാൻ പറ്റുന്ന സന്ദേശങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് പ്രചരിപ്പിക്കുക. അല്ലാത്തത് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുക എന്ന ഗുരുവിന്റെ ആ അരുള് നിങ്ങൾ മനസ്സോടുകൂടി സ്വീകരിച്ചുകൊണ്ട് നല്ലതല്ലാത്തതിനെ ഇതിൽ നിന്നും വിട്ടുകളയുക, നല്ലതിനെ സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരവസരം എനിക്ക് സാധ്യമാക്കി തന്ന ഭഗവത് ഗുരു തൃപ്പാദങ്ങളുടെ സമക്ഷം എന്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ കന്നി 1 മുതൽ ചിങ്ങം 1 മുതൽ കന്നി 9 വരെ നടക്കുന്ന ഈ പ്രഭാഷണ തപസ്യയ്ക്ക് അങ്ങേയറ്റം ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.